ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുദിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ദുരന്തബാധിതർക്കായി ഒരുക്കിയ വീടുകളുടെ നറുക്കെടുപ്പും ഇന്ന് നടന്നു. 2026 കേരള IT നയത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 10% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. വന്ദേമാതരം CISF കോസ്റ്റൽ സൈക്ലത്തോണിന് മറ്റന്നാൾ കൊച്ചിയിൽ സമാപനം. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. UN പരിഷ്കരണം സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഇരുവരും പങ്കുവച്ചു. നിർമ്മിത ബുദ്ധി ലോക നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള UN സംരംഭങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുലം, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ, സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി തുടങ്ങിയ നേതാക്കളുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. ആഗോള AI രംഗവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രഖ്യാപനത്തിന് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് അംഗീകാരം നൽകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയുടെ 5ാം ദിവസമായ ഇന്ന് GPAI ഉന്നതതല കൌൺസിൽ യോഗങ്ങളും ചേർന്നു. ഇന്ത്യ US പാക് സിലിക്ക പ്രഖ്യാപനവും ഉച്ചകോടിയോടനുബന്ധിച്ച് ഒപ്പുവെച്ചു. മാനസികാരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി AI ഇംപാക്ട് ഉച്ചകോടിയിൽ കേരള പവലിയനിലൂടെ ഏറെ ശ്രദ്ധ നേടിയ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സെഞ്ചുറിയോ ടെക് സ്റ്റാർട്ടപ്പ് CEO അജിഷ ഭാസി ആകാശവാണി വാർത്തകളോട്. ബേസിക്കലി ഞങ്ങളിവിടെ ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിന്റെ പേര് സെറീൻസോൾ എന്നാണ്. ഇത് മെന്റൽ ഹെൽത്തിന്റെ ഏരിയയിലാണ് ഞങ്ങൾ ഒരു AI ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇതിൽ കോർ കമ്പോണന്റ് ഒരു AI ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ബഡ്ഡി സിസ്റ്റം ആണ്. ഇതിന് ഞങ്ങൾ സെറീൻ എന്നാണ് പേരിട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ജനസിസ് എന്ന് പറയുന്ന ഒരു ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നാളെ പൂർത്തിയാകുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും കൂടുതൽ ഊർജിതമാകും. SIRുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ അടുത്തയാഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കേരളത്തിലെത്തും. സംസ്ഥാനത്തെ വരണാധികാരികളുടെയും ഉപവരണാധികാരികളുടെയും ആദ്യഘട്ട പരിശീലനം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,54,42,352 പേരാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്താകെ 30,471 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാവും ഉണ്ടാകുക. 41 കേന്ദ്രങ്ങളിലായിരിക്കും വോട്ടെണ്ണൽ നടത്തുക. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. പൂർണ്ണമായി നഷ്ടം സംഭവിച്ച കടകൾക്ക് 7 ലക്ഷം രൂപയും കടയുടമയ്ക്ക് ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ മുറിക്കും 2.5 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം അനുവദിക്കും. സംരംഭകർക്ക് നഷ്ടത്തിന്റെ 50% നിശ്ചിത തുകയോ നഷ്ടപരിഹാരമായി നൽകും. സംസ്ഥാന IT നയം 2026 മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. രാജ്യത്തെ IT വ്യവസായ കയറ്റുമതിയുടെ 10% വിഹിതമെങ്കിലും നേടുക, ITയിലും അനുബന്ധ മേഖലകളിലുമായി കുറഞ്ഞത് 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സമഗ്രമായ ഒരു സൈബർ സുരക്ഷാ നിയമം രൂപീകരിക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും 10% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. DA 25% നിന്ന് 35% വർദ്ധിപ്പിച്ചത്. മാർച്ച് മാസത്തെ ശമ്പളത്തിനും ഏപ്രിൽ മാസത്തെ പെൻഷനും ഒപ്പം പുതുക്കിയ DA ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന കൽപ്പറ്റ ടൌൺഷിപ്പിലെ വീടുകളുടെ നറുക്കെടുപ്പ് മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് നടന്നു. ചൂരൽമല സ്വദേശി അഷ്റഫാണ് ആദ്യം നറുക്കെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ആദ്യഘട്ടത്തിൽ ദുരന്തം ഏറ്റവും ബാധിച്ച 178 പേർക്കാണ് വീടുകൾ നൽകുന്നത്. ഉദ്ഘാടനത്തിന് മുൻപ് മതാചാര പ്രകാരം ചടങ്ങുകൾ നടത്താനും വീടുകൾ ലഭിച്ചവർക്ക് 3 മാസത്തേക്ക് വൈദ്യുതി, വെള്ളക്കരം ഉൾപ്പെടെ സർക്കാരിലേക്ക് ഒരു ഫീസും അടയ്ക്കേണ്ടതില്ല. ദുരന്തത്തിൽ നാശം നേരിട്ട സംരംഭകർക്കായി പുതിയ സംരംഭം തുടങ്ങുവാൻ സർക്കാർ സഹായം നൽകുമെന്ന് ചടങ്ങിൽ മന്ത്രി OR കേളു അറിയിച്ചു. ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് ആദവനാട്ട് മിനി ലോറി കാർ കോറിയിലെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി. 60 അടിയോളം താഴ്ചയുണ്ടായ കോറിയിൽ മുങ്ങിയ വാഹനം പുറത്തെത്തിക്കാൻ ക്രെയിൻ ഉപയോഗിച്ച് ശ്രമം തുടരുകയാണ്. ലോറിയുടെ ക്ലീനർ വാഹനത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ലോറി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. വാഹനത്തിന്റെ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സപ്ലൈകോ മില്ലുകൾ മുഖേനയുള്ള നെല്ലെടുപ്പിന് പാലക്കാട് ജില്ലയിൽ നിന്ന് തുടക്കമായി. സംഭരണ രസീത് ഹാജരാക്കുന്ന മുറയ്ക്ക് സഹകരണ സംഘങ്ങൾ വഴി നെല്ലുവില കർഷകർക്ക് നൽകാനാണ് തീരുമാനം. തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, ഷൊർണൂർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പരിധിയിലെ പാടശേഖരങ്ങളിൽ നിന്നാണ് ഇന്നു മുതൽ നെല്ലെടുത്ത് തുടങ്ങിയത്. 37 മില്ലുകളാണ് നെല്ലെടുപ്പിന് സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. വന്ദേമാതരം CISF കോസ്റ്റൽ സൈക്ലത്തോൺ 2026 മറ്റന്നാൾ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബാംതി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് CISF സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. സൈക്ലത്തോണ് കണ്ണൂരിൽ ഇന്ന് സ്വീകരണം നൽകി. മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹിയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി സൈക്ലത്തോൺ റാലി കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. 25 ദിവസം 6553 കിലോമീറ്ററാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുൻപ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്ന പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതായും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗൈനക്കോളജി വിഭാഗത്തിലുണ്ടായിരുന്ന ഡോക്ടർ ഷാഹിദയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചെങ്കിലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 316 പോയിന്റ് ഉയർന്ന് 82,815-ലും നിഫ്റ്റി 117 പോയിന്റ് വർദ്ധിച്ച് 25,571-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 640 രൂപ കൂടി 1,15,400 രൂപയും ഗ്രാമിന് 14,425 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ദുരന്തബാധിതർക്കായി ഒരുക്കിയ വീടുകളുടെ നറുക്കെടുപ്പും ഇന്ന് നടന്നു.
2026 കേരള IT നയത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 10% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. വന്ദേമാതരം CISF കോസ്റ്റൽ സൈക്ലത്തോണിന് മറ്റന്നാൾ കൊച്ചിയിൽ സമാപനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.